മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രോബബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു പ്രോബബിലിറ്റി 10-ലുണ്ട്, +1-ലുമുണ്ട്, +2-ലുമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഏരിയകൾ അങ്ങനെ പറയാനുണ്ടായിരുന്നു. ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം സാമ്പിൾ സ്പേസ് പഠിച്ചു, ഇവന്റ് എന്താന്ന് പഠിച്ചു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, എന്തായിരുന്നു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് യു മീൻ ബൈ സാമ്പിൾ സ്പേസ്? നമുക്കറിയാം ഒരു ഡൈസ് റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ആരാണ്? S = 1 2 3 4 5 6 ആണ് അല്ലേ. ഇതാണ് സാമ്പിൾ സ്പേസ്. ഒരു ഡൈസ് റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ കിട്ടിയേക്കാം? 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ കിട്ടിയേക്കാം. അതിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. നിങ്ങൾക്ക് ക്ലിയർ ആണ്? എന്തായിരുന്നു ഇവന്റ് എന്ന് പറഞ്ഞാൽ? ഈ സാമ്പിൾ സ്പേസിന്റെ സബുകളെ പറയുന്ന പേരാണ് എന്ത്? ഇവന്റ് എന്ന് പറയുന്നത് അല്ലെ. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇവന്റ്സ്. അപ്പൊ ആരൊക്കെ ഇവിടെ ഇവന്റ്സ് ഉള്ളതെന്ന് പറയുമോ? ആരൊക്കെ ഇവന്റ്സ് ഉള്ളത്? ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുകയാണ്, ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് സെറ്റ് 1 2 3. ബി എന്ന് പറയുന്ന മറ്റൊരു ഇവന്റ് എടുക്കുകയാണ്, സെറ്റ് 4 5 6. അപ്പം ഇത് രണ്ടും എന്താണ്? ഇവന്റ്സ് ആണ്. ഇയാൾ എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ കഴിഞ്ഞ ദിവസം തന്നെയല്ലേ പഠിപ്പിച്ചത്, വീണ്ടും എന്തിനാണ് ഈ കാര്യം പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പറയേണ്ടതുണ്ട്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ് അല്ലേ. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റിന്റെ കിട്ടാവുന്ന ഔട്ട്കമുകളെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഒരു ഡൈസ് റോൾ ചെയ്താൽ കിട്ടുന്ന ഔട്ട്കം 1 മുതൽ 6 വരെയുള്ള സംഖ്യകളാണ്. അതുകൊണ്ട് ഇതാണ് ഈ കേസിലെ സാമ്പിൾ സ്പേസ്. ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ് എയും ബിയും അല്ലെ, 1 2 3 4 5 6. അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? ഇവന്റ്സ് എന്ന് വിളിക്കുന്നു. നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സാമ്പിൾ സ്പേസിൽ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ സാർ, ആളെ കളിയാക്കുകയാണോ അല്ലേ? ഇത്രയും സില്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സാമ്പിൾ സ്പേസിൽ നമുക്ക് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 1/6 ആണ് അല്ലേ. 1/6 ആണ്. ഒരു ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. ഒരു ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമുക്കറിയാം ഇവിടെ എത്ര ഈവൻ നമ്പർ ഉള്ളത്? 1 2 3. 3/6 ആണ് അല്ലെ. = 1/2 ആണ്. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി കാണാൻ. പ്രോബബിലിറ്റി എങ്ങനെ കാണേണ്ടതെന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്താണെന്നല്ല, മറിച്ച് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്നാണ്. ഒന്ന് പറഞ്ഞേ. പ്രോബബിലിറ്റി അല്ല, മറിച്ച് എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ പേര് പറയാം നമുക്ക്, കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ല. അപ്പോൾ വെറും പ്രോബബിലിറ്റി അല്ല, മറിച്ച് ആരാണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ സാറേ എന്താ ഈ പ്രോബബിലിറ്റിയും കണ്ടീഷൻ പ്രോബബിലിറ്റിയും തമ്മിലുള്ള മാറ്റം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലേ. എന്താ മാറ്റം? കണ്ടീഷണൽ പ്രോബബിലിറ്റിയും സാധാ പ്രോബബിലിറ്റിയും തമ്മിൽ മാറ്റമുണ്ടോ? പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ടേം അതിൽ കയറിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ആദ്യം ആ കോൺസെപ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോൺസെപ്റ്റ് എന്താന്ന് പറയാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഞാനൊരു സാമ്പിൾ സ്പേസ് എടുക്കുന്നു. ആ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഡേയ്സ് ഇൻ വീക്ക് ആണ്. ആരാണ്? ഡേയ്സ് ഇൻ വീക്ക്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഡേയ്സ് ഇൻ വീക്ക് ആണ്. ഡേയ്സ് ഇൻ വീക്ക്. ഞാൻ ഈ സാമ്പിൾ സ്പേസിന് ഡേയ്സ് ഇൻ വീക്ക് തേരി നമുക്കറിയാം. അപ്പോൾ സാമ്പിൾ സ്പേസിൽ ആരാ ഉണ്ടാവുക? ഡേയ്സ് ഇൻ വീക്ക് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിൽ ആരാ ഉണ്ടാവുക? വീക്കിൽ ഒരാഴ്ചയിലുള്ള ദിവസങ്ങളാണ്. ഒരാഴ്ചയിലുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ ആണല്ലോ. 1 2 3 4 5 6 7. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്താണ്? ഡേയ്സ് ഇൻ എ വീക്ക് ആണ്. ഡേയ്സ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാമ്പിൾ സ്പേസിൽ ഉണ്ടാവും മൺഡേ മുതൽ സൺഡേ വരെയുള്ള ദിവസങ്ങളാണ്. 7 ദിവസങ്ങളാണ്. ഓക്കെ, ഇനി ഞാനൊരു ഇവന്റ് പറയാണ്. അപ്പം ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഇനി എന്ത് പറയാൻ പോവാണ്? ഒരു ഇവന്റ് പറയാണ്. എന്താ പറയുന്നത്? ഒരു ഇവന്റ് പറയാണ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സബ്സെറ്റ് അല്ലേ ഇവന്റ് എന്ന് പറയുന്നത്. ഞാൻ ആ ഇവന്റ് ജസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എ എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുകയാണ്. ആ ഇവന്റ് എന്ന് പറയുന്നത് സൺഡേ ആണ്. ആരാണ്? എ എന്ന് പറഞ്ഞ ഇവന്റ് ഉള്ളത് സൺഡേ ആണ്. ഓക്കെ ആണല്ലോ, സൺഡേ ആണ്. ഞാൻ ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുകയാണ്. ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് എടുക്കുകയാണ്.
ബി എന്ന് പറയുന്ന ഇവന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീക്കെൻഡ്സ് ആണ്. ആരാണ്? വീക്ക് എൻഡ്. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം വീക്കെൻഡ് സാറ്റർഡേ സൺഡേസ് ആണ് വീക്കെൻഡ് അല്ലെ? അപ്പോൾ വീക്കെൻഡ് ഈസ് ഈക്വൽ ടു സാറ്റർഡേ സൺഡേ. സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് വീക്കെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് ഡേയ്സ് ഏതാ? തിങ്കൾ ടു വെള്ളി വീക്ക് ഡേയ്സ് ആണ്. ലാസ്റ്റത്തുള്ള സാറ്റർഡേ സൺഡേ എന്താണ്? വീക്കെൻഡ് ആണ്. നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്കൊരു സാമ്പിൾ സ്പേസ് തന്നു. ആരാ സാമ്പിൾ സ്പേസ്? ഡേയ്സ് ഇൻ എ വീക്കാണ്, ഒരാഴ്ചയിലുള്ള ദിവസങ്ങളാണ്. ദാറ്റ് ഈസ് മൺഡേ ടു സൺഡേ, മൺഡേ മുതൽ സൺഡേ വരെയുള്ള 7 ദിവസങ്ങൾ. ദെൻ എ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്, ഏതോ ഒരു ഇവന്റ്. ഞാൻ അതിനെന്ത് കൊടുത്തു? സൺഡേ ആയിട്ട് എടുത്തു ആ ഇവന്റ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആവണം. ദാറ്റ്സ് ഓൾ. ബി എന്ന് പറഞ്ഞാൽ വീക്കെൻഡ്സ് ആണ്. വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാറ്റർഡേയും സൺഡേയും ആണെന്ത്? വീക്കെൻഡ്സ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പ്രോബബിലിറ്റി കാണാൻ പോകുന്നത് എ എന്ന് പറയുന്ന ഇവന്റ് ബിയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കാണുന്നത്. ശ്രദ്ധിക്കണേ, നമ്മൾ സാമ്പിൾ സ്പേസിന് മാറ്റി വെച്ചു. പ്രോബബിലിറ്റി എന്താ കാണുന്നത്? എ എന്ന് പറയുന്ന ഇവന്റ് ബിയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. എ എന്ന് പറയുന്ന ഇവന്റ് ബിയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് കാണാൻ പോകുന്നത്. എന്താ ഉണ്ടാവുക? നമുക്കറിയാം സംഭവിക്കുന്നത് വീക്കെൻഡ്സിൽ ബി എന്ന് പറഞ്ഞ പ്രോബബിലിറ്റിയാണ്. ബി എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി എത്ര ആളുള്ളത്? 2 ആളുകളാണ്. എ എന്ന് പറഞ്ഞാൽ എത്ര ആളുള്ളത്? ഒരാളാണ്. അപ്പോൾ ആൻസർ എന്താണ്? 1/2 ആണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. എന്താ നമ്മൾ പറഞ്ഞത്? എ എന്ന് പറയുന്ന ഇവന്റ് ഏതിൽ സംഭവിക്കുക? ബിയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പൊ ബി എന്ന് പറഞ്ഞാൽ വീക്കെൻഡ്സ് ആണ്, 2 ദിവസമാണ്. എ എന്ന് പറഞ്ഞാൽ സൺഡേ, 1 ദിവസമാണ്. 1/2 ആണ് പ്രോബബിലിറ്റി. അപ്പം ഇത്തരത്തിലുള്ള കേസിന് പറയുന്ന പേരാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താ? ഒരു ഇവന്റ് മറ്റൊരു ഇവന്റിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. എന്താണ്? ഒരു ഇവന്റ് മറ്റൊരു ഇവന്റിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ സാറേ, സാധാ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? ആണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം അറിയോ? സാമ്പിൾ സ്പേസ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു മൺഡേ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? 1/7 ആണ്. ഒരു മൺഡേ ഉള്ളത്, ബാക്കി 7 ദിവസം 1/7 ആണ്. അങ്ങനെ നമ്മൾ സാമ്പിൾ സ്പേസ് വെച്ച് പറയുകയാണെങ്കിൽ അതെന്താണ്? നോർമൽ പ്രോബബിലിറ്റി ആണ്. നമ്മൾ ഇവന്റുകൾ തമ്മിൽ പറയുമ്പോൾ എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എ എന്ന് പറഞ്ഞ ഇവന്റ് ഇവിടെ ഓൾറെഡി എന്താണ്? സൺഡേ ആണ് അല്ലെ? എ എന്ന് പറയുന്ന ഓൾറെഡി സൺഡേ ആണ്. ഞാൻ ബി എന്ന് പറഞ്ഞ ഇവന്റിന് ഞാൻ വീക്ക് ഡേയ്സ് എന്ന് കൊടുക്കുകയാണ്. ആരാണ്? വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആരാ ഉണ്ടാവുക? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലെ? 5 ദിവസമല്ലേ ഉണ്ടാവുക. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എ എന്ന് പറയുന്ന ഇവന്റ് ബിയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എ എന്ന് പറയുന്ന ഇവന്റ് ബിയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എന്താ ഉണ്ടാവുക? സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എയിൽ ഒരാളുള്ളത് 1/. ഇവിടെ ബിയിൽ എത്ര ആളുള്ളത്? 3, 4, 5 ആണ്. 1/5 ആണ്. അപ്പൊ എ എന്ന് പറയുന്ന ആൾ ബിയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി 1/5 ആണ്. ഇത്തരത്തിൽ ഒരു പ്രോബബിലിറ്റിയെ കണ്ടീഷൻ ചെയ്താൽ, നമ്മൾ ഇവന്റുകൾ ഉപയോഗിച്ച് കണ്ടീഷൻ ചെയ്താൽ ആ പ്രോബബിലിറ്റികളെ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിത് എല്ലാ കേസിലും കാണാനുള്ള ചെറിയൊരു ഫോർമുലയുണ്ട്. അതൊന്ന് പറഞ്ഞാലോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താന്ന് പറയുന്ന കോൺസെപ്റ്റ് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഇവന്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പ്രോബബിലിറ്റിയെ പറഞ്ഞാൽ അത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ചില റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ടുകൾ ഒന്ന് പഠിച്ചു വെച്ചോ. ഇങ്ങനെയാണ് റിസൾട്ട്. ഒന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു, ഇത് വായിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എ എന്ന് പറയുന്ന ഒരു ഇവന്റും ബി എന്ന് പറയുന്ന ഒരു ഇവന്റും കൺസെപ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് താഴത്ത് ബി അല്ലേ, താഴെ ബി അല്ലേ, അപ്പൊ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് വരും. ഓക്കെ, വായിക്കേണ്ട എന്താണ്? പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ്. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബൈ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ഇവിടെ ഒരു x/10 ആണെങ്കിൽ താഴത്ത് എന്താവും? ഒരു y/10 ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ 2 10ഉം ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇക്വേഷനും പറയാം. അല്ലെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ n ഓഫ് ബി എന്നും പറയാവുന്നതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാണാൻ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി എന്നോ അല്ലെങ്കിൽ n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ n ഓഫ് ബി എന്നോ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം.
ഓക്കെ ആണല്ലോ. ദെൻ അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ തിരിച്ചാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണെങ്കിൽ എന്താ മാറ്റം ഉണ്ടാവുക? ഒരു മാറ്റവും ഇല്ല. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെ ആരാ വന്ന് ബൈ എ അല്ലേ, അപ്പൊ ഇവിടെ താഴെ ആരുണ്ടാവും? പി ഓഫ് എ ഉണ്ടായിരിക്കും. ഓർ അല്ലെങ്കിൽ എങ്ങനെ പറയാം? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ആരുണ്ടായിരിക്കും? എൻ ഓഫ് എ ഉണ്ടായിരിക്കും. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ റിസൾട്ട് പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള റിസൾട്ടാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എ കണ്ടാൽ എന്താ കിട്ടുക എന്നുള്ളത്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എ കണ്ടാൽ എന്താ കിട്ടുക എന്നുള്ളത്. എന്തായിരിക്കും കിട്ടുക? ശരിക്കും റിസൾട്ട് പ്രകാരം ഉണ്ടാവുക പ്രോബബിലിറ്റി ഓഫ് അല്ലെ എ ഇന്റർസെക്ഷൻ എ ബൈ പി ഓഫ് എ എന്നാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 1 ആണ്. ആരാ കിട്ടുക? 1 ആണ്. സിമിലർലി പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് ഗിവൺ എ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടുക 1 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ റിസൾട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിസൾട്ട് പഠിച്ചു. ഒന്ന് പറഞ്ഞു നോക്കിയേ, പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ് അല്ലെ. അല്ലെങ്കിൽ ഈ ഫോർമുലയും യൂസ് ചെയ്യാം. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ എൻ ഓഫ് ബി കൊടുത്താൽ മതി. സിമിലർലി നേരെ തിരിഞ്ഞു വന്നാലുള്ള കേസ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാ, പി ഓഫ് എ ഗിവൺ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. പി ഓഫ് എസ് ഗിവൺ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ എസ് മീൻസ് സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. റൈറ്റ് ദി ക്വസ്റ്റ്യൻ. let P of A is equal to 7/3. Let P of A is equal to 7/3. Let P of A is equal to 7/3. P of B is equal to 9/13. P of B is equal to 9/13 and P of A intersection B is equal to 4/13 and P of A intersection B is equal to 4/13. Then find probability of A given B. Then find probability of A given B. A given B കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് കാണാനാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയാടാ? എന്താ തന്നത്? പി ഓഫ് എ തന്നിട്ടുണ്ട്. പി ഓഫ് എ എന്ന് പറയുന്നത് 7/3 ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് 9/13 ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4/13 ആണ്. അങ്ങനെയെങ്കിൽ എന്ത് കാണാനാണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാണാനാണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എങ്ങനെ കാണാം? നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ്, താഴെ ബി ആണല്ലോ, അതുകൊണ്ട് പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? 4/13 ആണ്. 4/13 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 9/13 ആണ്. 9/13 ആണ്. 13 ക്യാൻസൽ ആവും. ആൻസർ ഉണ്ടാവുക 4/9 ആണ്. ആരാണ്? 4/9 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആരാണ് മക്കളെ? 4/9 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എഴുതിക്കോ. ലെറ്റ് വേണ്ട. if P of A is equal to 0.8, if P of A is equal to 0.8, if P of A is equal to 0.8, P of A is equal to 0.8 and P of B is equal to 0.5 and P of B is equal to 0.5 and P of B is equal to 0.5, P of B is equal to 0.5 and P of B given A equal to and P of B given A equal to 0.4, P of B given A equal to 0.4. Once more,
if P of A equal to 0.8, P of B equal to 0.5 and P of B given A equal to 0.4, then find question A, P of A intersection B. Then find P of A intersection B. Question B, find P of A given B. Find P of A given B. Question C, find P of A union B. Find P of A union B. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് A ഇന്റർസെക്ഷൻ B ആണ് അല്ലേ. P of A തന്നു, P of B തന്നു, P of B given A തന്നു. നിങ്ങൾക്കറിയാം P of B given A എന്ന് പറഞ്ഞാൽ എന്താ റിസൾട്ട് അല്ലേ? ഒന്നുകിൽ P of B ഇന്റർസെക്ഷൻ A ഡിവൈഡ് ബൈ P of A എന്നാണ്. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് അങ്ങനെ N ഓഫ് വെച്ചിട്ട് നമുക്ക് ആ ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ P ഓഫ് B ഇന്റർസെക്ഷൻ A ഡിവൈഡഡ് ബൈ താഴെ A ആണല്ലോ. അപ്പൊ എന്താവും P ഓഫ് A എന്ന് വന്നു അല്ലെ. കാണേണ്ടത് P ഓഫ് B ഇന്റർസെക്ഷൻ A അല്ലേ, വിച്ച് മീൻസ് P ഓഫ് B ഇന്റർസെക്ഷൻ A is equal to P of B given A into P of A എന്നാണ്. is equal to P of B given A എന്ന് പറഞ്ഞാൽ 0.4 ആണ്. P of A എന്ന് പറഞ്ഞാൽ 0.8 ആണ് അല്ലെ. 4 into 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 32 ആണ്. 32 ആണ്. 2 പോയിന്റ് മാറ്റിയെടുത്ത് കൊടുത്താൽ 0.32 ആണ് എന്ത് ചെയ്യുക ആൻസർ വരിക. അപ്പോൾ നമുക്ക് ബി ഇന്റർസെക്ഷൻ എ കിട്ടി. സിമിലർലി നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? പി ഓഫ് എ ഗിവൺ ബി കാണാൻ പറ്റും അല്ലെ. ഡയറക്റ്റ് പി ഓഫ് എ ഗിവൺ ബി കാണാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ സി എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി എന്താണെന്നാണ്. കഴിഞ്ഞ ദിവസം റിസൾട്ട് പഠിച്ചു. പി ഓഫ് എ യൂണിയൻ ബി എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇസ് ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? 0.8 ആണ്. 0.8 പ്ലസ് പി ഓഫ് ബി എന്താണ്? 0.5 ആണ്. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ് ഇപ്പൊ കിട്ടി? 0.32 ആണ്. ഇസ് ഈക്വൽ ടു 0.8 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ എത്രയായി? 1.3 ആണ്. എത്രയാണ്? 1.3 ആണ്. 1.3 മൈനസ് 0.32 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? 1ഉം 0.98 ആണ്. എത്ര ആൻസർ ഉണ്ടാവുക? 0.98 ആണ്. സിമ്പിൾ അല്ലേ? എടാ കണ്ടീഷണൽ പ്രോബബിലിറ്റി എളുപ്പമാണ്. പക്ഷേ ഇതിൽ ചില അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ റൈറ്റ് ദി ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ P of E given F in the following. Determine P of E given F in the following. A coin is tossed 3 times. E means an event. E head on third toss. F means head on first 2 tosses. എടാ ഈ കേസിൽ P of E given F കാണാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കേസിലെ സാമ്പിൾ സ്പേസ് ഒന്ന് വെറുതെ എഴുതി നോക്കിയാലോ. എന്താ ഇവിടെ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്താണ്? ഏത് എക്സ്പെരിമെന്റാ ചെയ്യണത്? എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈം. ഒരു കോയിന് നമ്മൾ 3 തവണ ടോസ് ചെയ്യാണ്. 3 തവണ. അപ്പൊ നമുക്കറിയാം ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്താൽ 2 raised to n that is 2 cube is equal to 8 ഔട്ട്കം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ കോയിൻ ടോസ് ചെയ്താൽ കിട്ടുന്ന ആ സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കിയാലോ. സാമ്പിൾ സ്പേസ് എന്താ ഉണ്ടാവുക? സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു അല്ലെ. എങ്ങനെ വരാം? 3 കോയിൻ ടോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയത്ത് 3 കോയിൻ ടോസ് ചെയ്യാണ്. അപ്പം ആദ്യത്തതിൽ ഹെഡ് കാണിക്കാം, രണ്ടാമത്തേലും ഹെഡ് കാണിക്കാം, മൂന്നാമത്തേലും ഹെഡ് കാണിക്കാം എന്ന് വെച്ചാൽ ഉണ്ടാവുക HT അല്ലെ. സിമിലർലി THT ഓക്കെ ആണല്ലോ. അപ്പൊ HHH, HHT, HTH, HTT,
THH, THT, TTH എന്ന് വരണം അല്ലേ ഇവിടെ, TTH, TTH, ലാസ്റ്റ് ആര് വന്നു, TTT എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇ എന്ന് പറഞ്ഞ ഇവന്റ് എന്താ, ഒന്ന് നോക്കിക്കോ. ഇ എന്ന് പറഞ്ഞ ഇവന്റ് എന്താ, ഹെഡ് ഓൺ തേർഡ് ടോസ് അല്ലെ. അപ്പൊ നമ്മൾ ഇ എന്ന് പറഞ്ഞ ഇവന്റ് ഒന്ന് എഴുതി വെക്കാണ്, ഹെഡ് ഓൺ തേർഡ് ടോസ് എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താ, മൂന്നാമത്തെ ടോസിൽ ആര് വരിക, ഹെഡ് വരിക. ആ കേസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇയാളെടുത്തോ, ഇവിടെ മൂന്നാമത് വന്നത് ആരാ, ഹെഡ് അല്ലേ അല്ലേ. HHHൽ മൂന്നാമത്തെ ഹെഡ് വന്നില്ലേ, ഹെഡ് ഓൺ തേർഡ് ടോസ് അല്ലേ. അപ്പൊ നമുക്ക് ഇയാളെ കൺസിഡർ ചെയ്യാം, HHനെ എടുക്കാം. ഇയാൾ ഉണ്ടാവോ, ഇല്ല, കാരണം ഇവിടെ മൂന്നാമത് വന്ന T ആണ്. ഇയാൾ ഉണ്ടാവോ, ഉണ്ടാവും, കാരണം എന്താ, ഇവിടെ മൂന്നാമത് വന്ന് H ആണ്. അപ്പൊ അടുത്ത ആള് HTH. ഇയാൾ ഉണ്ടാവോ, ഇല്ല, HTT, ലാസ്റ്റ് വന്നത് T ആണ്, മൂന്നാമത് വന്നത് T ആണ്. ഈ THH ഉണ്ടാവോ, ഉണ്ടാവും, കാരണം ലാസ്റ്റ് മൂന്നാമത് വന്നത് H ആണ്, THH. THD ഉണ്ടാവോ, ഇല്ല, മൂന്നാമത് T ആണ്. ഇയാൾ ഉണ്ടാവോ, ഉണ്ടാവും, കാരണം TTH, മൂന്നാമത് H ആണ്. ഇത്രയും ആളുകളാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇതാ ഈ ലാസ്റ്റ് ഒക്കെ എന്ത് വരണം, H വരണം. എന്ന് വെച്ചാൽ മൂന്നാമത്തെ കോയിനിൽ ആര് കാണിക്കണം, ഹെഡ് കാണിക്കണം. അതാണ് ഹെഡ് ഓൺ തേർഡ് ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി നമ്മൾ എഫ് എന്ന് പറയുന്ന കേസ് എടുക്കുകയാണ്. എഫ് ഇവിടെ ഇപ്പൊ എത്ര എണ്ണമായി, ഇതിൽ 1 2 3 4 4 എണ്ണമാണ്, 4 എണ്ണം. അടുത്ത് നമ്മൾ എഫ് എടുക്കുകയാണ്. എഫ് നിങ്ങൾ നോക്കിക്കോ, ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസ് ആണ്, ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ആദ്യത്തെ 2 ടോസിൽ ഹെഡ് കാണിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ആദ്യത്തെ ഇല്ല, ഈ 2 എണ്ണം H ആണ്. അപ്പൊ നമുക്ക് H എടുക്കാം. ഇയാൾ എടുക്കാൻ പറ്റും, കാരണം ആദ്യം 2 ഹെഡ് ആണ് അല്ലെ, HHT ആണ്. സോ HHT. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ആരും ഉണ്ടാവില്ല, കാരണം ഈ ആദ്യമുള്ള 2 എണ്ണം എന്ത് വരണം, ഹെഡ് വരണം. ഓക്കെ, അപ്പൊ ഈ ഇവന്റിൽ എത്ര ആളാണുള്ളത്, 1 2 2 ആളുകളാണുള്ളത്, 2 ആളുകൾ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഇന്റർസെക്ഷൻ എഫ് ഒന്ന് കണ്ടാലോ. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഇയാളാണ്, എഫ് ഇയാളാണ്. ഇയിലും എഫിലും ആരാ കോമൺ ആയിട്ട് വരുന്നത്, 2ലും HH വരുന്നുണ്ട്, 2ലും HH വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആ HHനെ കോമൺ ആയിട്ട് എടുത്തു. പിന്നെ HHT ഇതിലേ ഉള്ളൂ, ഇതിലില്ല. അപ്പൊ 2ലും ഇയിലും എഫിലും കോമൺ ആയിട്ട് വരുന്ന ആളാരാണ്, HH ആണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. അപ്പം ഈ ഇന്റർസെക്ഷൻ എഫിൽ ഒരാളേ ഉള്ളൂ. ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്താണ്, P ഓഫ് E ഗിവൻ എഫ് കാണാനാണ്. ആരാണ്, P ഓഫ് E ഗിവൻ എഫ് കാണാനാണ്. P ഓഫ് E ഗിവൻ എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം N ഓഫ് E ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ താഴെ എഫ് ആയതുകൊണ്ട് N ഓഫ് എഫ് ആണ്, ഇസ് ഈക്വൽ ടു N ഓഫ് E ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതല്ലേ ഈ ഇന്റർസെക്ഷൻ എഫ്, അതിലെ എണ്ണം, അതാണ് N എന്ന് ഉദ്ദേശിച്ചത്, ഈക്വൽ ടു എന്താണ്, 1 ആണ്. 1 ബൈ N ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ, ഇതിൽ എത്ര എണ്ണ ഉള്ളത്, 2 ആണ്. അപ്പൊ ആൻസർ എന്താ ഉണ്ടാവുക, 1/2 ആണ്. ഇനി നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കട്ടെ, ഏത്, P ഓഫ് E ഗിവൻ എഫിന് പകരം P ഓഫ് E ഗിവൻ എഫ് ഈക്വൽ ടു P ഓഫ് E ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ P ഓഫ് എഫ് എന്ന് ഉപയോഗിക്കാം. നമ്മൾ അതിന് പകരം N ഉപയോഗിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്പേഴ്സ് കൊടുക്കാം. മറ്റേത് ഓൾറെഡി കട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തൽക്കാലം പ്രോബബിലിറ്റിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ഭാഗമാണ്, കുറഞ്ഞ കോൺസെപ്റ്റേ ഉള്ളൂ, സിമ്പിൾ കോൺസെപ്റ്റുകളേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ദെൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, അപ്പോൾ ഈ ലീപ്പ് ഇയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ, അധിവർഷവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ലീപ്പ് ഇയർ അല്ലേ, ലീപ്പ് ഇയർ നമുക്കറിയാം നോർമൽ കേസിൽ ഒരു വർഷത്തിൽ 365 ദിവസമാണ്. ഓക്കെ, അപ്പോൾ ലീപ്പ് ഇയർ എത്ര ദിവസം ഉണ്ടാവും, അതിനേക്കാളും ഒരു ദിവസം കൂടുതൽ ഉണ്ടാവും. 366 ദിവസമാണ് ഈ അധിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്, അധിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ലീപ്പ് ഇയറിൽ 366 ദിവസമാണ്, നോർമൽ കേസിൽ 365 ദിവസമാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ലീപ്പ് ഇയറിൽ 53 സൺഡേസ് കിട്ടാനുള്ള സാധ്യത എന്താണ്? ചോദ്യം എന്താണ്? ഒരു ലീപ്പ് ഇയറിൽ 53 സൺഡേസ് കിട്ടാൻ, 53 ഞായർ വരാനുള്ള സാധ്യത എന്താണെന്നാണ്. 53 ഞായർ വരാനുള്ള സാധ്യത എന്താണ്? അപ്പോ നമുക്കറിയേണ്ടത്, ഒരു വർഷത്തിൽ 365 ദിവസമാണെങ്കിൽ അതിലെത്ര സൺഡേ ഉണ്ടാവും ആദ്യം അറിയണം അല്ലെ. നിങ്ങൾക്കറിയാം 365/7 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 52 പോയിന്റ് സംതിങ് ആ കിട്ടുക. എന്ന് വെച്ചാൽ 52 ഇവിടെ ഷുവറാണ്, 52 ആഴ്ചകൾ ഷുവറാണ്.
52 ആഴ്ചകൾ ഷുവറാണ്. അപ്പോൾ 52 സൺഡേസ് എവിടെ ഉണ്ടാവും ഷുവറായിട്ടും? നമ്മുടെ നോർമൽ ഇയേഴ്സിൽ ഉണ്ടാവും, എല്ലാ വർഷത്തിലും ഉണ്ടായിരിക്കും, സാധാരണ വർഷങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ലീപ് ഇയറിന്റെ കേസിൽ നമുക്കറിയാം 367 ബൈ എത്ര ആഴ്ച ഉണ്ട് നോക്കാൻ വേണ്ടി ബൈ 7 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 52.2 ആണ്. 52.2 ആണ് എന്ന് വെച്ചാൽ 52 ആഴ്ച ഉണ്ട്. അതിന്റെ അർത്ഥം 52 സൺഡേസ് ഉണ്ടെന്ന് ഷുവറാണ്. 52 സൺഡേസ് ഉണ്ടെന്ന് ഷുവറാണ്. നമ്മളോട് ചോദിച്ചെന്താ 53 സൺഡേ വരാനുള്ള സാധ്യത എന്താണെന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ 52 സൺഡേ ഉണ്ടെന്ന് ഷുവറാണ്. പക്ഷെ ഒരു 2 ദിവസം ബാലൻസ് ഉണ്ട്. 2 ദിവസം ബാലൻസ് ഉണ്ട് അല്ലെ? ഈ 2 ദിവസം വെച്ചിട്ടാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് അല്ലെ? ചോദ്യം 53 സൺഡേ കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ്. ഞാൻ പറഞ്ഞു 52 ആഴ്ചകളുണ്ട്, 52 സൺഡേ വരും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ബാക്കിയുള്ള 2 ദിവസത്തിന്റെ കേസാണ് നിങ്ങൾ എടുക്കേണ്ടത്. 2 ദിവസം ബാക്കി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ബാക്കി വന്ന 2 ദിവസം ഒന്നുകിൽ മൺഡേ ട്യൂസ്ഡേ ആവും അല്ലെ? മൺഡേ ട്യൂസ്ഡേ ആവും, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ ആവും, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ ആവും, അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ ആവും, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ ആവും, അല്ലെങ്കിൽ ഫ്രൈഡേ സൺഡേ ആവും, അല്ലെങ്കിൽ സൺഡേ മൺഡേ ആവും അല്ലെ? സൺഡേ മൺഡേ ആവും, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ പറയോ? ഇല്ല, കാരണം ഓൾറെഡി വന്നു. ഇപ്പൊ എത്ര എണ്ണായി? 1 2 3 4 5 6 7 കേസായി അല്ലടാ. എന്താ നമ്മൾ പറയേണ്ടത്? ഇവിടെ 2 ദിവസം ബാക്കിയുണ്ട്. ആ 2 ദിവസത്തിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. ആ 2 ദിവസം ഒന്നുകിൽ തിങ്കൾ ചൊവ്വ വരാം, അല്ലെങ്കിൽ ചൊവ്വ ബുധൻ വരാം, അല്ലെങ്കിൽ ബുധൻ വ്യാഴം വരാം, വ്യാഴം വെള്ളി വരാം, വെള്ളി ശനി വരാം അല്ലെ? അങ്ങനെ മാറി മാറി വരാം. വെള്ളി ശനി വരാം, അല്ലെങ്കിൽ ഇവിടെ സാറ്റർഡേ സൺഡേ കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ, സൺഡേ മൺഡേ. ഈ 7 എണ്ണല്ലേ വരിക? നിങ്ങൾ നോക്കിക്കോ, ടോട്ടൽ ഇവിടെ ഉള്ളത് 7 എണ്ണമാണ്. ഈ 2 എണ്ണത്തിന് നമുക്ക് ഈ രീതിയിൽ 7 എണ്ണമായിട്ട് കിട്ടും അല്ലേ? നമ്മളെ ചോദ്യം 53 ഞായർ കിട്ടാനുള്ള ചാൻസ് എന്താണെന്നാണ് അല്ലേ? ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഞായറുള്ള കോമ്പിനേഷൻ എത്ര ഉണ്ട്? ഇവിടെ ഇത് സാറ്റർഡേ സൺഡേ ഞായറുള്ള കോമ്പിനേഷനാണ്, ഇവിടെ സൺഡേ മൺഡേ ഞായറുള്ള കോമ്പിനേഷനാണ്. ഈ 2 കേസല്ലേ സംഭവിക്കുക. അതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് 2/7 ആണ്. എന്താണ് ആൻസർ? 2/7 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ചോദ്യമായിട്ട് തന്നൊന്നുമല്ല. ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളുള്ള ഒരുപാട് ചോദ്യം എവിടെയുണ്ട്? പ്രോബബിലിറ്റിയിലുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അഡീഷണൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോബബിലിറ്റിയിലെ ചില തിയറങ്ങളൊക്കെ ഉണ്ട് അല്ലെ? +2 ഈ നമ്മളെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസ് തിയറം, അങ്ങനെ കുറച്ച് തിയറങ്ങളുണ്ട്. ആ തിയറങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ പ്രോബബിലിറ്റി ഇവിടെ എന്ത് ചെയ്യാണ്? വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എല്ലാവരും കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.